ഒരിക്കൽ ഭരിച്ചാൽ പിന്നെ അടുത്തോണം മാറി നിൽക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ജനാധിപത്യ തത്വമെങ്കിൽ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. LDFും UDFും മാറി മാറി അങ്ങ് ഭരിച്ചാൽ പോരെ. ആ തെരഞ്ഞെടുപ്പിന്റെ ചെലവൊക്കെ നമുക്ക് ഒഴിവാകും, ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി മാറി ഭരിക്കലല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഭരണം, അതിന്റെ നയങ്ങൾ എന്തായിരിക്കും, കഴിഞ്ഞോണ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ളവരെ ജനങ്ങൾ തെരഞ്ഞെടുക്കലാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. UDF അത്ര ഒരു ചർച്ചക്ക് തയ്യാറല്ല. പ്രശ്നം വളരെ ലളിതമാണെന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമം വർദ്ധിച്ചതുപോലെ ഏതെങ്കിലും ഒരു കാലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ മാത്രം 3 മടങ്ങിലേറെയല്ലേ വർദ്ധിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഏതെടുത്തോളൂ. അപ്പൊ UDF ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയെന്നും പറഞ്ഞ് നടക്കണേ. അവരപ്പം ഇതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാൻ പോണേ? അവർക്കൊരു പരിപാടിയില്ലെന്ന് ഇടതുപക്ഷം വർത്താനം പറയല്ല, ചെയ്തു കാണിക്കുക. എന്നൊക്കെ കേരളം ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ക്ഷേമ പ്രവർത്തനത്തിന് കുറവില്ല. ഇപ്പൊ പുതുമ എന്താണെന്നറിയാമോ? ക്ഷേമകാര്യങ്ങളിൽ നിന്നും കുറവും വരുത്താതെ ഈ നാട്ടിന് വേണ്ടുന്ന റോഡ്, പാലം, കെട്ടിടമൊക്കെ പണിയാനൊരു പരിപാടി. എത്രയെന്നാ തുകയുടെ ധാരണ? 2 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് കിഫ്ബി നേരിട്ടും കിഫ്ബി സഹായിച്ചിട്ടും നമ്മുടെ ദേശീയപാത അടക്കം കേരളത്തിൽ നടക്കുന്നത്. 2 ലക്ഷം കോടി രൂപ അവർ കിഫ്ബിക്കെതിരാ. അത് അവസാനിപ്പിക്കാൻ വേണ്ടി CAG-യുടെ ഒപ്പം നിന്ന് സമരം ചെയ്യുന്നവരാ, കേന്ദ്രത്തിൽ നിന്ന് വേതനം കൊടുക്കുന്നവരാ. അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പൊ ഇതാണ് ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. ഇങ്ങനെ തുടർഭരണം ഉണ്ടാവുമ്പോ അതിന്റെ പ്രയാസങ്ങളും ഉണ്ടാവാം, അപജയങ്ങളും ഉണ്ടാവാം. അതേ, 2ാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഇങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പുലർത്തണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതേ തെറ്റുകളൊക്കെ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല. വലിയ തിരുത്തൽ പ്രസ്ഥാനം രൂപം നൽകി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വന്നപ്പോൾ ആദ്യം ഞങ്ങൾ പരിശോധിച്ചത് ഇങ്ങനെയുള്ള അപജയങ്ങളുണ്ടോ, അങ്ങോട്ടുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? ജനങ്ങളോട് പോയി ചോദിക്കുക, അവർ പറയുന്നത് കേൾക്കാം, കേട്ടിട്ട് തിരുത്താം. അതുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തും. അത് ആര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പൊ ആ രീതിയിലെ ഈ വിമർശനത്താണ് കാണുന്നത്. എന്താ കാണിച്ചോട്ടെ, തിരുത്തണം. അതല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അതല്ലേ ഞങ്ങളുടെ പ്രമേയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ജനങ്ങൾക്കുണ്ട്. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഇത്രയും പണം കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ മുടക്കിയിട്ട് ഒരു അഴിമതി ആരോപണം ഉണ്ട്. ആർക്കെങ്കിലും എതിരായിട്ട് ആ കേന്ദ്രത്തിന്റെ ED വന്നിട്ട് 2 വർഷം 10 വർഷം 6 വർഷമായി തപ്പാൻ തുടങ്ങിയിട്ട്, ആ കിഫ്ബിയിൽ എന്തെങ്കിലും തടയുമെന്ന് നോക്കാൻ തുടങ്ങിയിട്ട്. ഡൽഹിയിലിരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ വയ്യ, ഇത്രയും കോടി മുടക്കിയിട്ട് അതിലെന്തെങ്കിലും അഴിമതി ഇല്ലാതെ വരികയെ നമ്മൾ തപ്പിയേ പറ്റൂ എന്നുള്ളത് അല്ല നടന്ന. അതുകൊണ്ടാണ് ഞങ്ങൾ ജാഗ്രത പുലർത്തുന്നത്. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഭരണം തുടരേണ്ടത് കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണെന്ന്. ഇന്ത്യ മുന്നണി വേണം, BJP അധികാരത്തിൽ നിന്നും ഭ്രഷ്ടമാക്കണം. അതെന്തും ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ ഇവിടെ കേരളത്തിലെ 2004 20ൽ 18 സീറ്റും ജയിച്ചിട്ട് കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ട് ഡൽഹി ചെന്നപ്പോഴേ ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണം,
ഇന്ന അവസരം തരണം എന്ന് പറഞ്ഞ് വിലപേശിയില്ലല്ലോ. നിരുപാധികമായിട്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ളൂ. അതാണെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധത. അപ്പോ ഇത്തരത്തിൽ അത് ചെയ്യുമ്പോൾ തന്നെ ഇടതുപക്ഷ ബദലെന്ന് പറഞ്ഞൊന്നും തെറ്റാ. അത് കോൺഗ്രസ് നെഹ്റുവിൻ കോൺഗ്രസിന്റെ അല്ല, ഈ നെഹ്റുവിൻ കോൺഗ്രസ് പോയിട്ടാണ് മൻമോഹൻ സിംഗിന്റെ കീഴിൽ ഈ ഉദാരവൽക്കരണ നയങ്ങളാകെ നടപ്പാക്കിയത്. അതിന് ബദലായിട്ട് ഒന്ന് ഇന്ത്യ രാജ്യത്ത് വേണം, അത് കേരളത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു പ്രതിരോധം ഉയർത്തുന്നത് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കില്ലേ? എന്ത് പ്രതിരോധം? ചർച്ചകൾ നടക്കട്ടെ എന്ന് ഞങ്ങൾക്ക് എന്താ വല്ല മടി? സംഗതി പറഞ്ഞപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അദ്ദേഹം അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം, അത് തുടർ ഭരണം ഭയങ്കര പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എന്റെ ചങ്ങാതി സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും വർത്താനം പറയാം, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ. ഞാൻ വല്ലതും പറഞ്ഞോ? ഗോവിന്ദൻ മാഷ് വല്ലതും പറഞ്ഞോ? പക്ഷെ ആ നിലപാടൊന്നുമല്ല ഞങ്ങളുടെ നിലപാട്. അത് പറഞ്ഞു, ഞങ്ങൾ ഇതൊരു അവസരമാക്കിയാണ്, ഞങ്ങൾ പറയാണ്. ശരി, നമുക്ക് ചർച്ച ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്. സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് UDF തോറ്റു കൊടുക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വാഗതം ചെയ്യൂ. അപ്പോ ഞങ്ങളുണ്ടല്ല ഇതിനെയൊക്കെ ഒരു അവസരമാക്കിയാണ്. എന്തിന്? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ഇത് വേണോ വേണ്ടേ? UDF വന്നാൽ ഇതെങ്ങനെ നടക്കും? ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ബദൽ വേറുണ്ടോ? ഈ കോൺഗ്രസ് ഇങ്ങനത്തെ ബദൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾ ഇതൊരു അവസരമാക്കി മാറ്റാൻ പോയി. എന്ത് രാഷ്ട്രീയ അപജയം? രാഷ്ട്രീയ അപജയമല്ലെന്ന് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അപജയമല്ല. അദ്ദേഹം പറയുന്നത് ചില പെരുമാറ്റ രീതികളിലും എല്ലാ അപജയം വരുന്നതാണ്. അല്ല, രാഷ്ട്രീയ അപജയമല്ല. രാഷ്ട്രീയമായിട്ടുള്ള അപജയം എന്താ? ഒരുപക്ഷെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക വിമർശിക്കും, ഒരു സംശയം വേണ്ട. കാരണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഹിന്ദു മതരാഷ്ട്രം സൃഷ്ടിക്കാൻ നടക്കുന്ന BJP ആണ്. അവരെ തോൽപ്പിക്കണം. ഈ കേരളത്തിൽ BJP ഇസ്ലാം മതരാഷ്ട്രത്തിന്റെ പേരിൽ നടക്കുന്ന ചെറിയ ശക്തികൾക്ക്, ചെറുതാണ് പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തോൽപ്പിക്കാനായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുപിടിച്ചിട്ട് BJP നിൽക്കാൻ പോയിട്ട് കാര്യമില്ല. പക്ഷെ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുന്നത് മാത്രമല്ല, കോലിബിയാണെന്ന്. ഇപ്പൊ പോലും നിങ്ങളെല്ലാം കേട്ടതല്ലേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് സണ്ണിയോട് നേരിട്ട് ചോദിക്കണു എന്തെന്ന്, എങ്ങനെയാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിലും BJP ഭരിക്കും എന്നുള്ള ആത്മവിശ്വാസം? എന്താ BJP നേതാവിന്റെ മറുപടി? അദ്ദേഹം പറഞ്ഞത് മറ്റത്തൂര് പോലെയാവും. എന്നിട്ടും KPCC പ്രസിഡന്റിന് വല്ല പ്രതികരണം ഉണ്ടായ അതാണ് കോൺഗ്രസ്. കോംപ്രമൈസ്ഡ് ആണെന്ന് കോൺഗ്രസ് എല്ലാവിധ വർഗീയതയോടും. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പം LDFന്റെ ഒരു സഹയാത്ര അല്ലെങ്കിൽ വളരെ അനുഭവം പ്രകടിപ്പിച്ച ഒരാളാണ് ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി. അദ്ദേഹമൊക്കെ ഇന്നലെ ഒരു പോസ്റ്റ്, എന്റെ ചങ്ങാതി, ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരൊക്കെ വ്യക്തിത്വമുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് അവരുടെ നിലപാടുകളും ചിന്തകളും ഉണ്ട്. അതൊക്കെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിച്ചിട്ടല്ല അവർ നിൽക്കുന്നത്. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് പറയും, ഞങ്ങൾ കേൾക്കും, ഞങ്ങൾ സമ്മതിക്കും. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അവസരമായിട്ടേ കാണുന്നുള്ളൂ, വേറൊന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.